1/2 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി, ഒത്തിരി വെള്ളം ആയാൽ ഇത് ലൂസായി പോവും. കുറച്ച് നേരം ഇതിനൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പുട്ട് വേവിക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, കുറച്ച് മാവിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിതിനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ട് തയ്യാറായിട്ടുണ്ട്.